നമുക്ക് ആ വചനം ഒന്ന് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ്. ആ വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഉയർന്നൊരു മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശെയും ഏലിയാവും അവനോടുകൂടെ സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ 3 കുടിൽ ഉണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്നും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. ശിഷ്യന്മാരിത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കമണ്ണ് വീണു. യേശു അടുത്തിയെന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കി നോക്കിയാറേ യേശുവിനെ അല്ലാതെ വേറെ ആരെയും കണ്ടില്ല. നല്ല വചനത്തിനായിട്ട് കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്നും മഹത്വപ്പെടുത്തിക്കാട്ടെ. നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിക്കും. നമ്മുടെ എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ജോമോനെ മുമ്പോട്ട് വന്നാണ്ട് എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഈ കരം ഉയർത്തുന്നതിന് പിമ്പിലൊരു വലിയ ഉയർത്തുന്നതിൻ്റെ പിമ്പിലൊരു വലിയ മർമ്മമുണ്ട്. പണ്ട് കാലങ്ങളിൽ ഒരു ദാസൻ യജമാനനെ കാണുമ്പോൾ ആദ്യം ചെയ്യുന്നത്, യജമാനൻ്റെ മുമ്പിൽ ദാസൻ തൻ്റെ 2 കരവും അങ്ങ് ഉയർത്തിപ്പിടിക്കും. യജമാനൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച ദാസൻ്റെ കരങ്ങൾ യജമാനനോട് 3 കാര്യമാണ് പറയുന്നത്. 1, യജമാനനെ, എൻ്റെ കരങ്ങൾ ശൂന്യമാണ്. 2, യജമാനനെ, ഞാൻ പൂർണ്ണമായും നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. 3, യജമാനനെ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തും എന്നിൽ ചെയ്യാം. ഇന്ന് രാത്രിയിൽ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും ചുടുചോര വില കൊടുത്ത് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ വലിയ യജമാനനാകുന്ന കർത്താവ് പരിവാര സമുന്നതനായി നമ്മുടെ ചെറിയ കൂട്ടത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ്റെ മുമ്പിൽ നമ്മുടെ കരം ഇന്ന് രാത്രി ഉയർന്നിരിക്കുമ്പോൾ യജമാനൻ നമ്മുടെ കരത്തിൻ്റെ ശൂന്യതകൾ അറിയും, നമ്മുടെ സമർപ്പണത്തിൻ്റെ ആഴമറിയും. ഇന്ന് രാത്രി യജമാനൻ നമ്മെ വെറുതെ വിടത്തില്ല. ചിലത് നമ്മോട് സംസാരിച്ച്, ചിലത് നമ്മുടെ കരത്തിൽ തന്ന്, അവൻ ഇഷ്ടമുള്ളതുപോലെ നമ്മെ മെനഞ്ഞിന്ന് രാത്രി അവൻ നമ്മെ മടക്കി അയക്കും. ഏറ്റവും പഴയൊരു പാട്ട് ജോമോൻ പാടും. അതിൻ്റെ 1 വരി 2 വരി പ്രിയ പൈതലിനോട് ചേർന്ന് ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് പാടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവരെത്രയോ പേർ ലോകം വിട്ടുപോയി. ഒരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാൻ നമുക്ക് സാവകാശം തന്ന ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ കരമൊന്ന് ഉയർന്നിരിക്കട്ടെ. കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനെ എന്നെ വിടല്ലേ. കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനെ എന്നെ വിടല്ലേ. കൊതിയോടു ഞാൻ വരും
നാളുകൂടി അങ്ങേ പാടി സ്തുതിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ അവസരങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. വായിച്ച തിരുവചനത്തെ വാഴ്ത്തി വിശുദ്ധീകരിച്ച് ജീവന്റെ അപ്പമായിട്ട് ഞങ്ങൾക്ക് തരണം. ഞങ്ങളോട് ഈ നാടിനോട് ഇന്ന് രാത്രിയിൽ അങ്ങ് സംസാരിക്കണം. ഞങ്ങളുടെ സന്ദേശം ഞങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുൻപായി ചില ഹൃദയങ്ങൾ അങ്ങേക്കായി തുറക്കപ്പെടുവാൻ, ചില ഹൃദയങ്ങളുടെ ശ്രീകോവിലിൽ അങ്ങേ രക്ഷകനും കർത്താവുമായി പ്രതിഷ്ഠിക്കുവാൻ, ചിലരുടെ പേര് കൂടെ ജീവന്റെ പുസ്തകത്തിന്റെ താളിൽ എഴുതപ്പെടുവാൻ ഈ രാത്രി മുഴങ്ങുന്ന സന്ദേശത്തിന്റെ പിമ്പിൽ അങ്ങയുടെ കരം ചലിക്കണം. വിരോധ ശക്തികളെ അങ്ങ് ശാസിക്കണം. അങ്ങ് മാത്രം ഇന്ന് രാത്രി ഉയർത്തപ്പെടണം, യേശുവിൻ നാമത്തിൽ തന്നെ. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഉച്ചത്തിൽ നിന്ന് മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയോടെ നിങ്ങൾ ഇന്ന് രാത്രിയിൽ തന്നെ ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് രാത്രിയിലെ ധ്യാനത്തിനായിട്ട് നമ്മൾ വായിച്ചത്. ഒരുപാട് മണിക്കൂറുകൾ നിന്ന് വിശകലനം ചെയ്യുവാൻ പര്യാപ്തമായ ചിന്തകളാണ് ദൈവാത്മാവി വാക്യത്തിനകത്ത് ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിന്തകൾ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വാരിയിട്ട് വിരമിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വാക്യം നിങ്ങൾക്ക് പരിചിതമാണ്. കർത്താവിൻ്റെ ദാസന്മാർക്ക് ഈ വാക്യം ഏറെ സുപരിചിതമാണെന്ന് എനിക്കറിയാം. എൻ്റെ പ്രഭാഷണ വേദിയിൽ എനിക്ക് നിയോഗം ലഭിക്കുന്ന ഇടങ്ങളിൽ സാധാരണ ഞാൻ കൈകാര്യം ചെയ്തു വരുന്ന ഒരു വചനമാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ വായിച്ചത്. കുറേ വർഷങ്ങൾക്കപ്പുറത്ത് ഒരു യാത്രാമധ്യയിലാണ് ഈ വാക്യം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നത്. പിന്നീട് പലപ്പോഴായിട്ട് ഈ വാക്യത്തെ അപഗ്രഥനങ്ങൾക്കായിട്ട്, ധ്യാനങ്ങൾക്കായിട്ട് ദൈവമുൻപാകെ സമർപ്പിച്ചപ്പോൾ ഈ വാക്യത്തിലെ നിരന്തര ധ്യാനങ്ങളിലൂടെ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച സന്ദേശം 5-ാമത്തെ വാക്യമാണ്. 5-ാമത്തെ വാക്യത്തിലാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. അപ്പോൾ ഈ 8 വാക്യത്തിലെ ധ്യാനങ്ങളിലൂടെ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച സന്ദേശം യേശുവിന് ചെവി കൊടുപ്പീൻ എന്നൊരു സന്ദേശമാണ്. അപ്പോൾ ഈ തൃതീയ സന്ധ്യയിൽ നിങ്ങളുടെ മൗനാനുവാദത്തോടെ എൻ്റെ പ്രഭാഷണത്തിന് ഞാനൊരു തലക്കെട്ട് കൊടുക്കുന്നു, യേശുവിന് ചെവി കൊടുപ്പീൻ. ഒന്ന് പറഞ്ഞേ, എന്തുകൊണ്ട് യേശുവിന് ചെവി കൊടുക്കണം? യേശുവിന് ചെവി കൊടുക്കേണ്ടതിൻ്റെ പിമ്പിലെ ആവശ്യകത എന്നാണ് പുറകാല ഞാൻ വിശദീകരിക്കാം. ഇതൊരു സുവിശേഷ യോഗമാണ്. സർവോപരി ഈ പന്തൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ 100% ആത്മീയരായതുകൊണ്ട് 5-ാമത് വാക്യം മാത്രം വായിച്ച സന്ദേശം സാർവത്രികമാക്കുന്നില്ല, പൊതുവൽക്കരിക്കുന്നില്ല. മുകളിലോട്ടുള്ള 4 വാക്യങ്ങൾ കൂടെ ധ്യാനത്തിന് വിധേയമാക്കുകയാണ്. 1, 2, 3, 4 വാക്യങ്ങൾ വായിച്ച് അതിലെ ദൂതുകൾ നാം ചിന്തിച്ച് ഇന്ന് രാത്രി നാം അവസാനിപ്പിക്കുന്നത് യേശുവിന് ചെവി കൊടുപ്പീൻ എന്ന ഗൗരവമേറിയ സന്ദേശത്തിലായിരിക്കും. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് സംഭവിച്ച വ്യത്യസ്തവും ഭയങ്കരവുമായ ഒരു സംഭവ ചരിത്രമാണ് നമ്മൾ ഒന്നിച്ച് വായിച്ചത്. 17-ാം അധ്യായത്തിൻ്റെ പ്രഥമ വാക്യം, 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ഈ മലയ്ക്ക് 2 പേരാണുള്ളത്. ഒന്ന് മറുരൂപമല, മറ്റൊന്ന് താബോർ മല. 2 ഒന്ന് തന്നെയാണ്. ഭൂമിശാസ്ത്രപരമായിട്ടിത് ഏതാണ്ട് കനാന്റെ ഹൃദയഭാഗത്താണ്. അപ്പൊ ചരിത്ര പ്രസിദ്ധമായ ഒരു വലിയ സംഭവത്തിന് സാക്ഷ്യം വഹിപ്പാൻ
മറ്റുള്ള ആരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇനി അടുത്ത കാലത്തെങ്ങും കാണാൻ സാധ്യതയില്ലാത്തൊരു കൂറ്റൻ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ 12 ശിഷ്യന്മാരിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി കർത്താവ് എവിടേക്ക് പോകുകയാണ്? മറുരൂപമലയുടെ മുകളിലേക്ക് പോകുകയാണ്. സുവിശേഷങ്ങൾ നമ്മൾ ആകമാനം വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോഴും അവയ്ക്കൊക്കെ സാക്ഷ്യം വഹിക്കാൻ യേശു കൂടെ കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ചത് ഈ 3 പേരെ തന്നെയാണ്. ആരെയൊക്കെയാണ്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. മറുരൂപമലയിലെ ചരിത്രപ്രസിദ്ധമായ വമ്പൻ സംഭവത്തിന് മാത്രമല്ല, അതിനോട് കിടപിടിക്കുന്ന, അതിന് തുല്യമായ പല പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോഴൊക്കെ അവയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ യേശു കൂടെ കൊണ്ടുപോയത് 12 ശിഷ്യന്മാരിൽ ഈ 3 പേരെ തന്നെയാണ്. 1-2 തെളിവ് ഞാൻ തരാം. യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയായൊരു മനുഷ്യനുണ്ട്. അയാൾക്ക് 12 വയസ്സുള്ളൊരു കൊച്ചു മകളുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ആ മകൾ എന്ത് ചെയ്തു? മരണപ്പെട്ടു. യായിറോസിന്റെ മരിച്ചുപോയ 12 വയസ്സുള്ള കൊച്ചുമകളെ ഉയർപ്പിക്കുന്ന ആ വലിയ രംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ യേശു കൂടെ കൊണ്ടുപോയത് ആരെയാ? പറഞ്ഞേ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇനിയുണ്ട്. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കർത്താവ് കാൽവറിയിൽ ക്രൂശ് വഹിക്കുന്നതിന് മുമ്പ് ഒലിവിൻ മലയിലെ ഗെത്സമനത്തോട്ടത്തിൽ യേശു പ്രാർത്ഥനയ്ക്ക് പോയി. ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് കൂടെ കൊണ്ടുപോയത് ആരെയാ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇനിയുണ്ട് സംഭവം. പക്ഷേ ഈ പള്ളിക്ക് ഈ മണി മതി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞു. തന്നെയല്ല നേരവുമില്ല. അപ്പൊ പല പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോഴും അവയ്ക്കൊക്കെ സാക്ഷ്യം വഹിക്കാൻ യേശു കൂടെ കൊണ്ടുപോയത് ഈ 3 പേരെ തന്നെയാണ്. ഇതെല്ലാം കൂടെ വായിച്ചിട്ടാണ് കുറെ കാലം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചത്, സാറേ, യേശുവിന് മുഖപക്ഷമുണ്ടോ? അപ്രതീക്ഷിതമായി അവൻ ചോദിച്ച ചോദ്യം ഇരുട്ടത്ത് തലക്കിട്ട് അടി പോലെയായിപ്പോയി. ഞാൻ ചോദിച്ചു, തൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്താ? പാസ്റ്റർ മറുപടി പറ. യേശുവിന് മുഖപക്ഷമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇയാളുടെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം പറയടൂ. അപ്പോൾ എന്നോട് ചോദിച്ചു, യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ട്? ഞാൻ പറഞ്ഞു, എൻ്റെ അറിവിൽ 12 പേരുണ്ടോ? ഉണ്ട്. അപ്പൊ 12 ശിഷ്യന്മാർ യേശുവിനുണ്ടെങ്കിൽ 12 ശിഷ്യന്മാരിലോടത്ത് 9 പേരെ മാറ്റി നിർത്തിയിട്ട് മറുരൂപമല്ല, യായിറോസിന്റെ മരണവീട്, ഗെത്സമനത്തോട്ടം, ഇങ്ങനെയുള്ള പ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ എന്തുകൊണ്ട് അവിടുന്ന് ഈ 3 പേരെ മാത്രം കൊണ്ടുപോയി? അപ്പൊ മുഖപക്ഷമില്ലേ? ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഞാൻ വട്ടം കറങ്ങിപ്പോയി. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത് കർത്താവിന് എന്നോടുള്ള കൃപയാണ്. അങ്ങനെ ഒരുപാടിടത്തും ദൈവം അത്ഭുതകരമായിട്ട് എന്നെ വിടുവിച്ചിട്ടുണ്ട്. ഒരു പരുവത്തിൽ ആ ചോദ്യത്തിന്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ട് ഞാൻ വീട്ടിൽ വന്നെങ്കിലും ആ ചോദ്യം എന്നെ അസ്വസ്ഥ പങ്കുലനാക്കി. വാരിയെല്ല് കൊണ്ട് മൂടി എൻ്റെ ഹൃദയത്തെ ആ ചോദ്യം വല്ലാതെ ഇങ്ങനെ ഉലച്ചു. ആ ചോദ്യം എൻ്റെ ഉറക്കം കെടുത്തി. ഞാൻ വീട്ടിൽ വന്ന് ബൈബിൾ നിർത്തി ഈ ഭാഗങ്ങളെല്ലാം ആർത്തിയോടെ ആവർത്തിച്ച് വായിച്ചിട്ട് ചെറുക്കൻ എന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചപ്പാ, അങ്ങ് പ്രാണന് തുല്യം സ്നേഹിക്കുന്ന 12 വത്സല ശിഷ്യന്മാരുള്ളിടത്ത് 9 പേരെ മാറ്റി നിർത്തിയിട്ട് പല പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ എന്തുകൊണ്ട് അങ്ങ് ഈ 3 പേരെ മാത്രം കൊണ്ടുപോയെന്ന് തുരുതുരാന്ന് ചോദിച്ചപ്പോൾ ആരോ എൻ്റെ ആത്മാവിനോട് സംസാരിച്ച എന്നാന്നറിയാമോ? എടോ, എല്ലാവരെയും എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഞാൻ എൻ്റെ ഡയറിക്കകത്ത് എഴുതി വെച്ചു, ചിലതിനെ ഒറ്റയൊരിടത്തും കൊണ്ടുപോകാൻ പറ്റുകയില്ല. അങ്ങനെയുണ്ട്. 12 ശിഷ്യന്മാർ യേശുവിനുള്ളിടത്ത് 9 പേരെ മാറ്റി നിർത്തിയിട്ട് പല പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ എന്തുകൊണ്ട് യേശു ഈ 3 പേരെ മാത്രം കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ, ഈ 3 പേര് സാധാരണക്കാരല്ല. ഇവർക്ക് വേദവ്യാഖ്യാതാക്കൾ കൊടുത്തിരിക്കുന്ന പേര്, ഇവർ യേശു ക്രിസ്തുവിൻ്റെ ഇന്നർ സർക്കിളാണ്. എന്ന് പറഞ്ഞാൽ ആന്തരിക വൃന്ദമാണ്. 12 ശിഷ്യന്മാരുള്ളിടത്ത് പത്രോസും യാക്കോബും യോഹന്നാനും ആരാണ്? യേശുവിൻ്റെ ആന്തരിക വൃന്ദങ്ങളാണ്. എന്താ ഈ ആന്തരിക വൃന്ദം എന്ന് പറഞ്ഞാൽ? ആന്തരിക വൃന്ദത്തിന്റെ അർത്ഥം അറിഞ്ഞപ്പോഴാണ് എൻ്റെ പാദമിളകിയത്. ആന്തരിക വൃന്ദത്തിന്റെ അർത്ഥം അറിഞ്ഞപ്പോഴാണ് എൻ്റെ കാന്തനോട് എനിക്ക് കൂടുതൽ അടുപ്പം തോന്നിയത്. എന്താ ഈ ആന്തരിക വൃന്ദം എന്ന് പറഞ്ഞാൽ? ആന്തരിക വൃന്ദം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ യേശുവിനെ കാണാൻ, മറ്റുള്ള ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത പോലെ യേശുവിനെ കേൾക്കാൻ,
മറ്റുള്ള ആരും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പോലെ യേശുവിനെ അനുഭവിക്കാൻ, മറ്റുള്ള ആരും പോയിട്ടില്ലാത്തൊരു പുത്തൻ സ്ഥലത്തേക്ക് യേശുവിൻ്റെ ഒപ്പം പോകാൻ അവൻ പ്രത്യേകാൽ മാറ്റിവെച്ചിരിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ആന്തരിക വൃന്ദം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ആ ആന്തരിക വൃന്ദത്തിലുള്ള വ്യക്തിയാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഈ പന്തലുണ്ടെങ്കിൽ ഒരത്ഭുതം നടക്കും. എന്താണെന്നറിയാമോ? ആരും കണ്ടിട്ടില്ലാത്തതുപോലെ നീ യേശുവിനെ കാണും. ആരും കേട്ടിട്ടില്ലാത്ത പോലെ നീ യേശുവിനെ കുറിച്ച് കേൾക്കും. ആരും അനുഭവിച്ചിട്ടില്ലാത്ത പോലെ നീ അവൻ്റെ സാന്നിധ്യം അനുഭവിക്കും. ആരെയും കൊണ്ടുപോയിട്ടില്ലാത്തൊരു പുതുപുത്തൻ സ്ഥലത്തേക്ക് ഒരിക്കൽ നിന്റെ കരം പിടിച്ച് അവൻ തന്നെ കൊണ്ടുപോകും. ഇന്ന് രാത്രി ആരും കണ്ടിട്ടില്ലാത്ത പോലെ എനിക്ക് എൻ്റെ നാഥനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഇതിനകത്തുണ്ടോ? ആരും കേട്ടിട്ടില്ലാത്ത പോലെ എനിക്ക് എൻ്റെ കർത്താവിനെ കേൾക്കണമെന്ന് വാഞ്ചയുള്ളവർ ഇതിനകത്തുണ്ടോ? ആരും അനുഭവിച്ചിട്ടില്ലാത്ത പോലെ എൻ്റെ പ്രാണനാഥനെ അനുഭവിക്കണമെന്ന് കൊതിയുള്ളവർ ഇതിനകത്തുണ്ടോ? ആരും പോയിട്ടില്ലാത്തൊരു പുത്തൻ സ്ഥലത്തേക്ക് എൻ്റെ കാന്തൻ്റെ കരം പിടിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളവർ ഇതിനകത്തുണ്ടോ? ഒറ്റ വഴിയുള്ളൂ, നിങ്ങൾ അവൻ്റെ ആന്തരിക വൃന്ദമാകുക. കൈകൾ ഉയർത്തിയവരല്ലേ പറഞ്ഞാട്ടെ. എങ്ങനെ ആന്തരിക വൃന്ദമാകാൻ കഴിയും? ഞാൻ വേഗം അങ്ങ് പോവാം മുന്നോട്ട്. യേശുക്രിസ്തുവിന്റെ ആന്തരിക വൃന്ദമാകാനുള്ള യോഗ്യത എന്താ? എന്തുകൊണ്ട് പത്രോസിനെ തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് യാക്കോബിനെ തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് യോഹന്നാനെ തിരഞ്ഞെടുത്തു? ഞാൻ ചോദിച്ചോട്ടെ, യേശുക്രിസ്തുവിന്റെ ആന്തരിക വൃന്ദമാകാനുള്ള യോഗ്യത എന്താ? പണമാണോ? പണമാണോ? അങ്ങനെയാണ് എത്രയോ കോടീശ്വരന്മാരുണ്ട്, അവർക്ക് ആ ഭാഗ്യം ലഭിച്ചോ? സാധുക്കളായ നമുക്ക് ആ ഭാഗ്യം ലഭിച്ചില്ലേ? അപ്പൊ അവന്റെ ആന്തരിക വൃന്ദമാകാനുള്ള യോഗ്യത പണമാണോ? അല്ല. സൗന്ദര്യമാണോ? അല്ല. നേടിയ ബിരുദങ്ങളുടെ കൂമ്പാരമാണോ? അല്ല. കുലമഹിമയാണോ? അല്ല. സ്വാധീനമാണോ? അല്ല. യേശുവിന്റെ ആന്തരിക വൃന്ദമാകാനുള്ള യോഗ്യത എന്താ? എന്തുകൊണ്ട് പത്രോസിനെ തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് യാക്കോബിനെ തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് യോഹന്നാനെ തിരഞ്ഞെടുത്തു? പത്രോസിനെ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്? പത്രോസ് നല്ല പ്രത്യാശയ്ക്ക് നിഴലാണ്. യാക്കോബിനെ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്? യാക്കോബ് നല്ല കത്തിക്കയറുന്ന പ്രാർത്ഥനാ ജീവിതത്തിന് നിഴലാണ്. യോഹന്നാനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? യോഹന്നാൻ ആഴമായ ദൈവസ്നേഹമുള്ളവനാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ആന്തരിക വൃന്ദമാകാനുള്ള യോഗ്യത എന്താണ്? തികഞ്ഞൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടോ? കത്തിക്കയറുന്ന പ്രാർത്ഥനാ ജീവിതം നമ്മിലുണ്ടോ? ആഴമായ ദൈവസ്നേഹം നമ്മിലുണ്ടോ? ആരുടെയും കൈവപ്പ് വേണ്ട. ഞാനും നിങ്ങളും അവന്റെ ഇന്നർ സർക്കിളാണ്. അതുകൊണ്ട് യോഗ പരമ്പരയുടെ അവസാനിക്കുമ്പോൾ പ്രത്യാശയുള്ളവരായി ദൈവമക്കൾ മാറണം. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ദൈവമക്കൾ മാറണം. ദൈവസ്നേഹത്തിന്റെ നിറവുള്ളവരായി ദൈവമക്കൾ മാറണം. അങ്ങനെ ഞാനും നിങ്ങളും യേശുവിൻ്റെ ഇന്നർ സർക്കിളാകണം. അതിലൂടെ ആരും കണ്ടിട്ടില്ലാത്ത ചിലത് നാം യേശുവിൽ കാണുന്നവരാകണം. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ഈ തിരഞ്ഞെടുത്ത ആന്തരിക വൃന്ദത്തെയും കൊണ്ട് കർത്താവ് എങ്ങോട്ടാ പോയത്? മലമുകളിലേക്ക്. അടുത്ത ഭാഗത്തേക്ക് പോകാം. പ്രത്യേകാൽ തിരഞ്ഞെടുത്ത ഈ 3 പേരെയും കൊണ്ട് കർത്താവ് എന്തിനാ മരുഭൂമലയുടെ മുകളിലോട്ട് പോയത്? എന്തിനാ പോയത്? തിരഞ്ഞെടുത്തവരെ ദൈവം വെറുതെ എങ്ങും വിളിച്ചു കൂട്ടിയിട്ടില്ല. ഉണ്ടോ? തിരഞ്ഞെടുത്തവരെ എവിടെയെങ്കിലും ദൈവം വിളിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിമ്പിൽ എന്തോ അവന് പർപ്പസ് ഉണ്ട്, പദ്ധതിയുണ്ട്. സുന്ദരമായി കുന്നിൻ മുകളിലേക്ക് ഈ രാത്രി തിരഞ്ഞെടുത്ത നമ്മളെ വിളിച്ചു കൂട്ടിയത് ഉറങ്ങിയിട്ട് തിരിച്ചു പോകാനല്ല, പാട്ട് കേട്ടിട്ട് തിരിച്ചു പോകാനല്ല, പ്രസംഗം കേട്ടിട്ട് തിരിച്ചു പോകാനല്ല, ഇവിടെ ശാന്തമായി കുറച്ചു നേരം ഇരുന്നിട്ട് തിരിച്ചു പോകാനല്ല. തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളെ ഈ യോഗത്തിന്റെ തൃതീയ സന്ധ്യയിൽ ഇവിടേക്ക് വിളിച്ചു കൂട്ടിയതിന്റെ പിമ്പിൽ ദൈവത്തിനെന്തോ പദ്ധതിയുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ വെറുതെ എങ്ങും വിളിച്ചു കൂട്ടിയിട്ടില്ല. എന്തിനാണ് അവരെ മലമുകളിലോട്ട് കൊണ്ടുപോയത്? ആന്തരിക വൃന്ദത്തെ എന്തിനാണ് മലമുകളിലോട്ട് കൊണ്ടുപോയത്? അവരുമായിട്ട് ഗോസ്പൽ ടൂർ നടത്തിയതാണോ? ഗോസ്പൽ ടൂറിന് പോയതാണോ? അപ്പോൾ ഗോസ്പൽ ടൂറൊക്കെ ചർച്ച ചെയ്ത് പോകുന്നുണ്ടല്ലേ? ഞങ്ങളുടെ അവിടുത്തെ ചർച്ച ചെയ്തുകൊണ്ട് കുറച്ചാൾ മുമ്പ് ഗോസ്പൽ ടൂർ പോയി. 6 പോയിന്റിൽ സുവിശേഷം പ്രസംഗിക്കണം, അതിൽ പരസ്യയോഗം പ്രസംഗിക്കണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പാസ് ഞാൻ പറഞ്ഞ ഞാൻ 6 10 പ്രസംഗിക്കാൻ കുഴപ്പമില്ല, ഗോസ്പൽ ടൂറല്ലേ. അപ്പോൾ പ്രസംഗിക്കാനുള്ള 6 പോയിന്റ് ഞങ്ങൾ കണ്ടെത്തി. രാവിലെ 5:30 ആയപ്പോൾ ഗോസ്പൽ ടൂർ എല്ലാവരും പള്ളി വന്നു. 6 മണിയായപ്പോൾ വണ്ടി വന്നു, എല്ലാവരും പ്രാർത്ഥിച്ച് വണ്ടിയെ കയറി. ആദ്യത്തെ പോയിന്റിൽ ഞങ്ങൾ ഗോസ്പൽ ടൂറിന് വേണ്ടി ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോഴാണ് പ്രസംഗിക്കാനുള്ള ബോക്സ് എടുക്കാനും മറന്നുപോയി, കൊടുക്കുന്ന ട്രാക്ട് എടുക്കാനും മറന്നുപോയി. ഇഡലി സാമ്പാറും ആദ്യം വണ്ടിക്കകത്ത് കയറ്റി. 10 മണിക്ക് കഴിക്കാനുള്ളേ, ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ബിരിയാണി 4 മണിക്കത്തേക്കുള്ള അവല്, പന്ന, ഏത്തയ്ക്ക, ചായ ഉൾപ്പെടെ വണ്ടിയുടെ അടിത്തട്ടിൽ ഫില്ല് ചെയ്തു. പക്ഷേ പ്രസംഗം നടത്താനുള്ള ബോക്സും കൊടുക്കാനുള്ള ട്രാക്റ്റും മറന്നുപോയി.
പിന്നെ ഏത്തക്കായും തിന്നു, അവലും തിന്നു, ബിരിയാണി തിന്നു, ചായയും കുടിച്ചിട്ട് പോരുന്നു. അത് കളയാൻ പറ്റുകയല്ലോ. തിരഞ്ഞെടുത്ത 3 പേരെയും കൊണ്ട് കർത്താവ് മലമുകളിലോട്ട് പോയത്. ആ മലമുകളിൽ ചെന്ന് അവരുമായി പ്രകൃതിയുടെ ഭംഗി കാണാനല്ല. തിരഞ്ഞെടുത്ത 3 പേരെ കർത്താവ് മലമുകളിലോട്ട് കൊണ്ടുപോയത് അവരുമായി ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനല്ല. തിരഞ്ഞുപോയി എടുക്കപ്പെട്ട 3 പേരെ മലമുകളിലോട്ട് കൊണ്ടുപോയത് അവരുമായി കുറെ മണിക്കൂറുകൾ സംസാരിക്കാനല്ല. തിരഞ്ഞെടുത്ത 3 പേരെ കർത്താവ് മലമുകളിലോട്ട് കൊണ്ടുപോയത് 2-ാമത്തെ വാക്യത്തിലുണ്ട്. എന്തിനു കൊണ്ടുപോയി? അവരുടെ മുൻപാകെ അവൻ രൂപാന്തരപ്പെട്ടു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 12 ശിഷ്യന്മാരിൽ നിന്നും തിരഞ്ഞെടുത്ത 3 പേരെയും കൊണ്ട് യേശു എന്തിനാണ് മറുരൂപമലയുടെ മുകളിലോട്ട് പോയത്? 2-ാമത്തെ വാക്യത്തിൽ കൃത്യമായി എഴുതിയിരിക്കുന്നത് അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അപ്പോൾ ഒരു പടി മുന്നോട്ട് വെച്ച് പറഞ്ഞാൽ, പുനരാഗമനത്തിൻ്റെ നിഴലായ രൂപാന്തരത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഈ 3 പേരെ കർത്താവ് തന്നോടുകൂടെ എവിടെ കൊണ്ടുപോയത്? മലമുകളിലോട്ട് കൊണ്ടുപോയത്. രൂപാന്തരത്തിന് സാക്ഷ്യം വഹിക്കാനാ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണേ, 12 ശിഷ്യന്മാരുള്ളിടത്ത് യേശു രൂപാന്തരപ്പെട്ട് നിൽക്കുന്നത് കാണാൻ എത്ര പേർക്കാ ഭാഗ്യം ലഭിച്ചത്? ഉറക്കെ ഒന്ന് പറഞ്ഞേ. എത്ര പേർക്കാ? ബാക്കി 9 പേർക്ക് കഴിഞ്ഞോ? കൈകൊട്ടിയവരുണ്ട്, അപ്പം തിന്നവരുണ്ട്, സൗഖ്യം അനുഭവിച്ചവരുണ്ട്, അത്ഭുതം കണ്ടവരുണ്ട്, റബൂനി, നാദ, ഗുരുവേ എന്നൊക്കെ വിളിച്ച് തൊട്ട് മുട്ട് ഉരുമി നടന്നവരുണ്ട്. പക്ഷേ പുനരാഗമനത്തിന്റെ നിഴലായി മലയുടെ മുകളിൽ രൂപാന്തരപ്പെട്ട് നിൽക്കുന്നത് കാണാൻ 12 പേരുള്ളിടത്ത് ഭാഗ്യം ലഭിച്ചത് ചെറിയൊരു ഗ്രൂപ്പിനാണ്. രാത്രി കൃപ പ്രാപിച്ച ആത്മീയർ നെഞ്ചും കൂടിൽ വലങ്കരം വെച്ച് ഉള്ളം തുറന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. അപ്പാ, നിന്നെ അറിഞ്ഞതിലൂടെ അത്ഭുതം പ്രാപിച്ചവരുടെ നിരയിൽ ഞാനില്ലേലും, സൗഖ്യം പ്രാപിച്ചവരുടെ നിരയിൽ ഞാനില്ലേലും, സ്ഥാനമാനങ്ങളും സമ്പത്തുകളും ലഭിച്ചവരുടെ നിരയിൽ ഞാനില്ലേലും എനിക്ക് പരിഭവമില്ല. തേജസ്സോടെ നിന്നെ കാണുന്ന ചുരുക്കം ചില വിശുദ്ധന്മാരിൽ ഒരാളാക്കി എന്നെ മാറ്റണമെന്ന് ഹൃദയംഗമായി ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഈ പന്തലിനകത്തുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ച് അവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 12 ശിഷ്യന്മാരുണ്ട്. പക്ഷേ അവിടുന്ന് പുനരാഗമനത്തിന്റെ നിഴലായി തേജസ്കരിക്കപ്പെട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ എത്ര പേർക്കാ ഭാഗ്യം ലഭിച്ചത്? പറഞ്ഞേ. 3 പേർക്ക്. ഇത് വരാൻ പോകുന്നൊരു വലിയ മർമ്മത്തിന്റെ നിഴലാ. ആ മർമ്മം ഏതാണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവെന്ന മർമ്മത്തിന്റെ നിഴലാ. 12 പേരുള്ളിടത്ത് രൂപാന്തരപ്പെട്ട് നിൽക്കുന്നത് കാണാൻ കേവലം ചെറിയൊരു ഗ്രൂപ്പിന് 3 പേർക്ക് ആ ഭാഗ്യമുണ്ടായതെങ്കിൽ യേശുവിൻ്റെ വരവിലും സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു കൂറ്റൻ സംഭവം അടുത്തേത് നിമിഷവും സംഭവിക്കും. ആ സംഭവം ഏതാണെന്നറിയാമോ? നമ്മുടെ പ്രത്യാശയാകുന്ന യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആ ഇറങ്ങി വരുന്ന കാഴ്ച കാണാൻ എല്ലാവരും ഉണ്ടാകുകയില്ല. മനസ്സിലായോ? ആ ഇറങ്ങി വരുന്ന കാഴ്ച കാണാൻ എല്ലാവരും ഉണ്ടാകുകയില്ല. അവന്റെ കാഹളം കേൾക്കാൻ എല്ലാവരും ഉണ്ടാകുകയില്ല. അവനോടുകൂടെ പോകാൻ എല്ലാവരും കാണുകയില്ല. അന്നൊരു ബൈബിൾ വചനം നിവർത്തിയാകുന്ന വചനമേതാ? അന്ന് മുൻപന്മാർ പലരും പിൻപന്മാരാകും. അന്ന് പിൻപന്മാർ പലരും മുൻപന്മാരാകും. എത്ര ദൈവജനത്തിന്റെ അകത്ത് എന്ന് രാത്രി പ്രത്യാശയുണ്ട്. ആരൊക്കെ അങ്ങ് വരുന്ന വരവ് കണ്ടില്ലെങ്കിലും, ആരൊക്കെ അങ്ങയുടെ കാഹളം കേട്ടില്ലെങ്കിലും, ആരൊക്കെ അങ്ങയോടുകൂടെ പറന്നു പോയില്ലെങ്കിലും, അങ്ങ് വരുന്നത് ഞാൻ കാണും, അങ്ങയുടെ കാഹളം ഞാൻ കേൾക്കും, ഞാൻ അങ്ങയോടുകൂടെ പറന്നു പോകുമെന്ന് പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി പന്തലിലുണ്ടെങ്കിൽ സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവ് വരാറായി. അപ്പൊ തിരഞ്ഞെടുത്ത 3 പേരെയും കൊണ്ട് നമ്മുടെ കർത്താവ് മറുരൂപമലയുടെ മുകളിലോട്ട് പോയി. എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത്? അവരുമായിട്ട് സംസാരിച്ചെന്നോ അല്ല അവരുമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചെന്നൊന്നുമല്ല. മറുരൂപമലയുടെ മുകളിലോട്ട് പോയിട്ട് എന്താ സംഭവിച്ചത്? 2-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നത് അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ഒന്ന് പറഞ്ഞേ. ഞാൻ അവരുടെ മുൻപാകെ എന്ന് പറയാം, നിങ്ങൾ ഉറക്കെ രൂപാന്തരപ്പെട്ടെന്ന് പറഞ്ഞു. അവരുടെ മുൻപാകെ യേശു. ഇത്ര ശബ്ദമേ ഉള്ളോ? പെയ്ത മഴയുടെ മുഴുവൻ തണുപ്പ് നിങ്ങളുടെ അകത്ത് കയറിയെന്ന് തോന്നുന്നു. ആകെ തണുത്ത് പറച്ചിരിക്കുക, അന്ന് ചൂട് പിടിച്ച് ആത്മാവിൽ. അവരുടെ മുൻപാകെ യേശു. കേട്ടില്ല? അവരുടെ മുൻപാകെ യേശു. അപ്പൊ എന്താ ഈ രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ?
പുനരാഗമനത്തിൻ്റെ നിഴലായ രൂപാന്തരത്തിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ആ 3 എണ്ണത്തെ കർത്താവ് തന്നോടുകൂടെ മലമുകളിൽ കൊണ്ടുപോയതെങ്കിൽ എന്താണ് ഈ രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ? ദൈവമക്കളെ, എന്താ രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ? ഇവിടെ രൂപാന്തരപ്പെട്ട ആരെങ്കിലും ഇരിപ്പുണ്ടോ? രൂപാന്തരപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ശാരീരികമായി ഇവിടെ രൂപാന്തരപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, ആരുമില്ല, ആരുമില്ല. ശാരീരികമായി രൂപാന്തരപ്പെട്ട ആരും ഇല്ല, ആരുമില്ല. അതിൻ്റെ തെളിവ് എന്നാണെന്നറിയാമോ? ആ തെളിവ് നമ്മൾ തന്നെയാണ്. എല്ലാ തെളിവും ഞാൻ പറയുന്നില്ല. ഇവിടെ തെളിവുണ്ട്. സഹോദരിമാരായ നിങ്ങളിവിടെയും സഹോദരന്മാരായ ഞങ്ങളിവിടെയും എന്നാ അങ്ങനെ ആയിപ്പോയത്? രൂപാന്തരപ്പെട്ടിട്ടില്ല. ചില ചർച്ചിലൊക്കെ ചെല്ലാമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ ചുമപ്പ് പരവതാനം ഇട്ടേക്കുന്ന കാണാം. അപകടം, അവിടുന്ന് ആരും ഇങ്ങോട്ടും ഇവിടുന്ന് ആരും ഇങ്ങോട്ടും വരരുത്. കാരണം എന്നാ? രൂപാന്തരപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ കൺവെൻഷനായിരുന്നു. ഞായറാഴ്ച തിരുവത്താഴം നടത്തിയ ശേഷം ഞാൻ വാക്യം വായിച്ചിട്ട് എൻ്റെ വിശ്വാസികളോട് പറഞ്ഞത്, ഇപ്പം പ്രത്യാശയുടെ പാട്ട് പാടുമ്പോൾ സഹോദരിമാർ തമ്മിൽ തമ്മിൽ വിശുദ്ധ ചുംബനം, സഹോദരന്മാർ തമ്മിൽ തമ്മിൽ. അതെന്താ അങ്ങനെ ആയി പോയത്? രൂപാന്തരപ്പെട്ടിട്ടില്ല. അപ്പൊ എന്തായി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ? രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഞാൻ പറയാം. മൺമയമായത് മാറി വിൺമയമായത് പ്രാപിക്കുന്നതാണ് രൂപാന്തരം. ഒന്നുകൂടെ പറഞ്ഞാൽ, മർത്യമായത് നീങ്ങി അമർത്യമായത് ധരിക്കുന്നതാണ് രൂപാന്തരം. എന്നെ കേൾക്കുന്ന പ്രിയരെ, മൺമയമായത് മാറി വിൺമയമായത് പ്രാപിക്കുന്നതാണ് രൂപാന്തരമെങ്കിൽ, മർത്യമായത് മാറി അമർത്യമായത് ധരിക്കുന്നതാണ് രൂപാന്തരമെങ്കിൽ, തിരഞ്ഞെടുത്ത 3 പേർ കാണുകയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രൂപാന്തരപ്പെട്ടെങ്കിൽ അവൻ രൂപാന്തരപ്പെട്ടപ്പോൾ എങ്ങനായിരുന്നത്? യേശു രൂപാന്തരപ്പെട്ടപ്പോൾ എങ്ങനായിരുന്നത്? കാലിത്തൊഴുത്തിലെ കച്ചുമത്തപ്പുറത്ത് കൈകാലിട്ടടിക്കുന്ന ഉണ്ണിയേശുവിനെ പോലെയല്ല. രൂപാന്തരപ്പെട്ടപ്പോൾ എങ്ങനായിരുന്നത്? കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയപ്പോൾ ഇരുന്ന പോലെയല്ല, തളർവാദ രോഗിയെ സൗഖ്യമാക്കിയപ്പോൾ ഇരുന്ന പോലെയല്ല, 5 അപ്പം കരത്തിലെടുത്ത് 1000 വിശപ്പ് ശമിപ്പിച്ചപ്പോൾ ഇരുന്ന പോലെയല്ല. തിരഞ്ഞെടുത്ത 3 പേർ കാണുകെ പുനരാഗമനത്തിന്റെ മുഴലായി നമ്മുടെ കർത്താവ് രൂപാന്തരപ്പെട്ടപ്പോൾ എങ്ങനെ ഇരുന്നു? മത്തായി എഴുതി വെച്ചിരിക്കുന്നത്, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അടുത്തത് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെണ്മയായി. കരം 2 ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. അവൻ രൂപാന്തരപ്പെട്ടപ്പോൾ എങ്ങനായിരുന്നത്? മുഖം സൂര്യനെ പോലെ. ഞാൻ ഏലിയാവിനെ കുറിച്ചല്ല പറയുന്നത്, മോശയെ കുറിച്ചല്ല പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത് പരമയോഗ്യനായ ഒരുവനെയാണ്. അവനെ പോലെ ആരാധന ആരുമില്ല, അവനൊപ്പം പറയാൻ ആരുമില്ല. അവൻ രൂപാന്തരപ്പെട്ടപ്പോൾ എങ്ങനായിരുന്നത്? മുഖം സൂര്യനെ പോലെ. ഉടുപ്പ് എങ്ങനാ? വെളിച്ചം പോലെ. പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, മാർക്കോസാൻ തോന്നുന്ന ആ പാട്ട് പാടി. ഇന്ന് ആ പാട്ട് അങ്ങനെ കേൾക്കാനില്ല. ഇടയ്ക്ക് ഞാൻ വല്ലപ്പോഴും ആ പാട്ട് കേൾക്കാറുണ്ട്. 1000 സൂര്യഗോളങ്ങൾ, എങ്ങനെ പറയാ പാട്ട്? 1000 സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലാകുമോ നിൻ മുഖ ശോഭ പോലെ. 1000 ചന്ദ്രഗോളങ്ങൾ, 1000 സൂര്യഗോളാഭിഗോളങ്ങൾ ഒന്നിച്ചങ്ങുദിച്ചാൽ യേശുവിൻ്റെ മുഖശോഭ പോലാകത്തില്ല. ഉലയിൽ കാച്ചിപ്പഴിപ്പിച്ചൂരിയെടുത്ത ഒരു കമ്പി പഴുത്തു നിൽക്കുന്നത് പോലെ, കോടി സൂര്യപ്രഭയെ വെല്ലുന്നൊരു പ്രകാശ സ്തംഭം പോലെ മറുരൂപമലയുടെ മുകളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജ്വലിച്ചു നിൽക്കയാ. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്നലെ വരെ ആർക്കും തൊടാൻ, ഇന്നലെ വരെ ആർക്കും കയ്യെ പിടിക്കാൻ, ഇന്നലെ വരെ ആർക്കും ചേർന്നിരിക്കാൻ, ഇന്നലെ വരെ ആർക്കും ചേർന്ന് നടക്കാൻ, ഇന്നലെ വരെ ആർക്കും ചേർന്ന് നിൽക്കാൻ, ഇന്നലെ വരെ ആർക്കും മുഖത്ത് നോക്കി കാര്യം പറയാൻ പര്യാപ്തനായ പച്ച മനുഷ്യനെ പോലെ കടൽക്കരകളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, പട്ടണങ്ങളിലൂടെ, പള്ളിക്കകത്തുകൂടെ നടന്ന് നീങ്ങിയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്ന് തേണ്ട തിരഞ്ഞെടുത്ത 3 പേർ കാണെ മറുരൂപമലയുടെ മുകളിൽ ക്ഷണനേരം കൊണ്ട് അടിമുടി ആപാത ചൂട മാറ്റം സംഭവിച്ച് ഒരഗ്നി തൂണിനെ പോലെ ജ്വലിച്ചു നിൽക്കുകയാണ്. ആരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഈ അപൂർവമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവരാരൊക്കെയാ? പത്രോസ്, യാക്കോബ്. ആരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അപൂർവമാകുന്ന ഈ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ച് കർത്തൃദാസന്മാരെന്താ ഈ കാഴ്ച കണ്ടിട്ട് പറഞ്ഞത്? രൂപാന്തരപ്പെട്ട് ജ്വലിച്ചു മലമുകളിൽ നിൽക്കുന്ന നമ്മുടെ കർത്താവിനെ പച്ച കണ്ണുകൊണ്ട് കണ്ട യോഹന്നാൻ എന്താ പറഞ്ഞത്? ഈ കാഴ്ച കണ്ട യോഹന്നാൻ അന്നേരം ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഈ കാഴ്ച കണ്ട യോഹന്നാൻ പിന്നീട് എഴുതി വെച്ച എഴുത്തെന്താ? പിതാവായ ദൈവത്തിന്റെ തേജസ്.
ഞങ്ങൾ തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കണ്ടുവല്ലോ. ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്രമത്തിൽ മറുരൂപമലയുടെ മുകളിൽ മുഖം സൂര്യനെ പോലെ, ഉടുപ്പ് വെളിച്ചം പോലെ വെണ്മയായി ജ്വലിച്ചു നിൽക്കുന്ന കർത്താവിനെ പച്ച കണ്ണുകൊണ്ട് കണ്ട യോഹന്നാൻ പിന്നീട് എഴുതി, പിതാവായ ദൈവത്തിന്റെ തേജസ് ഉലക ചരിത്രത്തിൽ ഞങ്ങൾ ഒരേ ഒരാളിൽ കണ്ടിട്ടുള്ളൂ, അത് മറ്റാരുമല്ല, തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. അതാണ് പാലസ്തീനിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞത്, എന്നെ കണ്ടവൻ പറ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നിലൂടെ അല്ലാതെ പിതാവിങ്കലേക്ക് ആർക്കും പ്രവേശനമില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ കാഴ്ച കണ്ട പത്രോസ് എന്താ എഴുതിയത്? ഈ കാഴ്ച കണ്ട പത്രോസ് അന്നേരം ഒന്നും മിണ്ടിയില്ല. നിങ്ങളിപ്പോൾ ഈ തണുപ്പം പിടിച്ച് ഈ പന്തലിൻ്റെ കീഴിൽ മിണ്ടാതിരിക്കുന്ന പോലെ ഈ കാഴ്ച കണ്ട പത്രോസ് കുറേ നേരത്തേക്കൊന്നും മിണ്ടിയില്ല, കുറേ വർഷത്തേക്കൊന്നും മിണ്ടിയില്ല. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഏഷ്യ മൈനറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുന്ന യഹൂദരായ ക്രിസ്ത്യാനികളെ പ്രബോധിപ്പിച്ചുകൊണ്ട് പത്രോസ് ലേഖനം എഴുതിയപ്പോൾ അന്ന് കണ്ട കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് പത്രോസ് ഒരൊറ്റ എഴുത്തെഴുതി. ആത്മാവിൽ നമ്മെ കുളിരണിയിപ്പിക്കുന്ന ഒരെഴുത്താണ്, ആത്മാവിൽ നമ്മുടെ സിരകളിൽ അഗ്നി ആളിപ്പടർത്തുന്ന ഒരെഴുത്താണ് പത്രോസ് എഴുതാ. എഴുത്തെന്താണ്? നിർമ്മിത കഥകളുടെ പേരിലല്ല. ബാക്കി ഉറക്കെ ഒന്ന് പറയാമോ? ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ, തേജസ്കരിക്കപ്പെട്ട മറുരൂപമലയുടെ മുകളിൽ നിൽക്കുന്ന കർത്താവിനെ വ്യക്തമായി കണ്ട പത്രോസ് പിന്നീട് എഴുതി, നിർമ്മിത കഥകളുടെ പേരിലല്ല. ഞങ്ങൾ ആരാണ്? മഹിമ കണ്ട സാക്ഷികളാണ്. കടങ്കഥകളുടെ പുറകെ, പഴങ്കഥകളുടെ പുറകെ, നിർമ്മിത കഥകളുടെ പുറകെ, കിഴവിക്കഥകളുടെ പുറകെ, ആമേൻ, കഴമ്പില്ലാത്ത കഥകളുടെ പുറകെ ഇറങ്ങിയവരല്ല ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. ഇന്ന് രാത്രി മഹിമ കണ്ട സാക്ഷികളാണോ ഈ പന്തലിന്റെ കീഴിലിരിക്കുന്നത്? മഹിമ കണ്ട സാക്ഷികൾ. ലോകം മുഴുവൻ ഞങ്ങൾക്ക് എതിരാണെങ്കിലും, സാഹചര്യങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് കർത്താവിനെ ഉയർത്താതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്നാ? ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ. കൂടെ കടന്നവന്റെ കഴുത്തു വെട്ടിക്കളഞ്ഞു. മനസ്സിലായോ? കൂടെ പ്രവർത്തിച്ചവൻ, കൂടെ പ്രാർത്ഥിച്ചവൻ, കൂടെ കർത്താവിന്റെ വേലയിൽ പോരാടിയവന്റെ കഴുത്ത് പടയാളി പരീക്ഷകൾ ദയവില്ലാതെ അറത്തുമാറ്റി. അടുത്ത ദിവസം പത്രോസിന്റെ കഴുത്ത് വെട്ടും, ഉറപ്പ്. മനസ്സിലായോ? കൂടെയുള്ളവന്റെ കഴുത്ത് വെട്ടിയപ്പോ പത്രോസ് തടവില. ആ രാത്രി അലറിക്കരഞ്ഞില്ല, മനോനില തെറ്റിയില്ല. അമ്മ മടിത്തട്ടിൽ കുഞ്ഞുറങ്ങുന്ന പോലെ സുഖമായി പത്രോസ് തടവറയിൽ സുഖമായി ഉറങ്ങി. കാരണം എന്നാ? നിർമ്മിത കഥകളുടെ പേരിൽ ഇറങ്ങിയവനല്ല, മഹിമ കണ്ട സാക്ഷിയാ. മഹിമ കണ്ട സാക്ഷികളുടെ അകത്തെ പ്രത്യാശയെ തല്ലിക്കെടുത്തുവാൻ ഒരു വാളിനും കഴിയത്തില്ല, ഒരു മരക്കുരിശിനും കഴിയത്തില്ല, ഒരു ഈർച്ചവാളിനും കഴിയത്തില്ല, ഒരു കാരാഗൃഹത്തിനും കഴിയത്തില്ല, ഒരു കല്ലറയ്ക്കും കഴിയത്തില്ല, തിരമാല പോലെ ഉയർന്നു പൊങ്ങുന്ന ഒരു പ്രതിസന്ധികൾക്കും കഴിയത്തില്ല. ക്രൂശിക്കാൻ കൊണ്ടുപോകാൻ പത്രോസ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എടോ, തന്നെ ക്രൂശിക്കാൻ കൊണ്ടുപോവാ. നിക്കടോ അവിടെ. എന്നെ ക്രൂശിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യും, നേരെ ക്രൂശിക്കല്ല്, തല കീഴായിട്ട് എന്നെ ക്രൂശിക്കണം. കാരണം എന്നാ? എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചൊരു നാഥനുണ്ട്. അവൻ്റെ പാദം ചുംബിച്ചു വേണം എനിക്ക് മരിക്കാൻ. ക്രൂശിച്ച് കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ എന്നെ തല കീഴായി ക്രൂശിക്കണമെന്ന് ആരാച്ചാരോട് ആർജവത്തോടെ പറയാൻ പത്രോസിന്റെ ഉള്ളിൽ പ്രേരണ കൊടുത്ത ഘടകം എന്നാന്നറിയാമോ? മഹിമ കണ്ട സാക്ഷി. ഇന്ന് രാത്രി യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയണം. മഹിമ കണ്ട സാക്ഷി. ഞാൻ ആ ഭാഗം വിടുക. അപ്പം 3 പേര് മറുരൂപമലയിൽ യേശുവിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ക്ഷണനേരം കൊണ്ട് കർത്താവ് ആപാത ചൂടം മാറ്റം വന്ന് ഇങ്ങനെ മലമുകളിൽ ജ്വലിച്ചു നിൽക്കുക കേട്ടോ. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ കർത്താവിനെ തേജസ്സോടെ കണ്ട് അവരിങ്ങനെ സ്തബ്ധരായി, ഞെട്ടിത്തരിച്ച്, ഉമിനീര് പോലും മറക്കാൻ പറ്റാതെ മരിച്ചവരെ പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ തൊട്ടുപുറകെ വേറൊരു കാഴ്ച കൂടെ അവർ കാണുക. ആ കാഴ്ച എന്നാണെന്നറിയാമോ? തേജസ്കരിക്കപ്പെട്ട് നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും അതുപോലെ തന്നെ നിൽക്കുന്നു ശക്തരായ 2 വ്യക്തിപ്രഭാവങ്ങൾ. ആരൊക്കെയാ പറഞ്ഞേ? ഒന്ന് മോശ, മറ്റൊന്ന് ഏലിയ. ഒരല്ലേലിയ പറഞ്ഞാട്ടെ. മനുവലുദ്ദേശയുടെ ഭാഷ പറഞ്ഞാലേ
അവനേതാ ഇവനേതാ ഇവനേതാന്നറിയാത്ത ക്രമത്തിൽ മറുരൂപമലയുടെ മുകളിൽ 3 പേര് ഒരുപോലെ നിൽക്കയാ. ആരൊക്കെയാ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും മോശയും ഏലിയാവും. എന്തോ കാഴ്ച അതില്ലേ? തേജസ്കരിക്കപ്പെട്ട് കർത്താവ് മലമുകൾ നിൽക്കുമ്പോൾ ആ കാഴ്ച കണ്ട് പ്രജ്ഞയറ്റവരെ പോലെ ഇവര് തകർന്നു നിൽക്കുമ്പോ അതിന് തുല്യമായ മറ്റൊരു കാഴ്ച കൂടെ. യേശുവിൻ്റെ 2 വശങ്ങളിൽ നിൽക്കുന്നു കരുത്തരായ 2 വ്യക്തിപ്രഭാവങ്ങൾ, മോശ, ഏലിയ. എന്തോ ചെയ്യാൻ പറ്റിയ ഇവർക്ക്? ഭയന്ന് വിറച്ചുപോയി. മോശ, ഏലിയ. ഒരു കാര്യം ഞാൻ അവരെ കുറിച്ച് പറയാം. ആരാ മോശ? ആരാ ഏലിയാവ്? മോശ ആരാ? മോശ ന്യായപ്രമാണത്തിന്റെ ദാതാവാ. ഇതൊന്ന് ശ്രദ്ധിച്ചു കേട്ടോണം. മോശ ന്യായപ്രമാണത്തിന്റെ ദാതാവാ. ഇപ്പുറം നിൽക്കുന്ന ഏലിയാവോ? ഏലിയാവ് പഴയ നിയമ പ്രവാചകന്മാരിൽ പ്രധാനിയാ. ഇവർ 2 പേരും 2 വിഭാഗത്തിന്റെ പ്രതിനിധികളാണ്. മോശ ഏത് വിഭാഗത്തിന്റെ പ്രതിനിധിയാ? മോശ മരിച്ച മഹത്വത്തിൽ പ്രവേശിച്ച വിശുദ്ധന്മാരുടെ പ്രതിനിധിയാ. ഇപ്പുറം നിൽക്കുന്ന ഏലിയാവോ? ജീവനോടെ രൂപാന്തരം പ്രാപിച്ചു മഹത്വത്തിൽ പ്രവേശിച്ച വിശുദ്ധന്മാരുടെ പ്രതിനിധി. അപ്പോഴേ വിശുദ്ധന്മാർക്ക് 2 നിലയിൽ മഹത്വത്തിൽ പ്രവേശിക്കാം. 1 മരിച്ചും മഹത്വത്തിൽ പ്രവേശിക്കാം. 2 ജീവനോടെ രൂപാന്തരം പ്രാപിച്ചും മഹത്വത്തിൽ പ്രവേശിക്കാം. ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാർക്ക് എങ്ങനെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്? മരിച്ചോ? ജീവനോടോ? ഇപ്പം മിണ്ടാതിരിക്കുന്ന പോലെ എന്നേക്കും ഈ വിഷയത്തിൽ മൗനമായിരുന്നാൽ മതി. നമുക്ക് കൃത്യമായിട്ടൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. ഞാൻ ജീവനോടെ രൂപാന്തരം പ്രാപിച്ച് മഹത്വത്തിൽ പോകുന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ചത്തുപോയെങ്കിൽ ആ വാക്ക് പാഴാകും. ഞാൻ മരിച്ചു മഹത്വത്തിൽ പ്രവേശിക്കുന്നു പറഞ്ഞിട്ട് കർത്താവ് വന്നാൽ ആ വാക്കും പാഴാകും. അതുകൊണ്ട് എങ്ങനെയും അങ്ങ് പ്രവേശിച്ചാൽ മതി. കൈകൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മോശ മരിച്ചു മഹത്വത്തിൽ പ്രവേശിച്ച വിശുദ്ധന്മാരുടെ പ്രതിനിധി. ഏലിയാവ് ജീവനോടെ രൂപാന്തരം പ്രാപിച്ചു മഹത്വത്തിൽ പ്രവേശിച്ച വിശുദ്ധന്മാരുടെ പ്രതിനിധി. അപ്പൊ ഞാനൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം, വേഗം അവസാനിപ്പിക്കാം. മോശ മരിച്ചു, അതുകൊണ്ടാണ് മരിച്ചു മഹത്വത്തിൽ പ്രവേശിച്ച വിശുദ്ധന്മാരുടെ പ്രതിനിധിയായത്. ഇപ്പുറം നിൽക്കുന്ന ഏലിയാവ് മരിച്ചോ? പറഞ്ഞേ. നിങ്ങളുടെ ഈ നോട്ടമൊക്കെ കണ്ടിട്ട് ഏലിയാവ് ജീവിച്ചിരുന്നു എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോവാ കേട്ടോ. മോശ മരിച്ചു സകൃതേരെ. ഇപ്പുറം നിൽക്കുന്ന ഏലിയാവ് മരിച്ചോ? പറ. ഏലിയാവ് മരിച്ചില്ല. പിന്നെ ഏലിയാവിനെ കൊല്ലുമെന്ന് ആരോ പറഞ്ഞു. ആരാ പറഞ്ഞത്? ദുഷ്ടയായ ഇസബേലാ പറഞ്ഞത്. അപ്പൊ ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസനാകുന്ന ഏലിയാവ് ശത്രുവിന്റെ കൊലവിളി കേട്ടു. പക്ഷെ കൊലവാളവന്റെ പരിസരത്ത് വരാൻ ദൈവം അനുവദിച്ചില്ല. പ്രാർത്ഥിക്കുന്ന നീ കൊലവിളി കേൾക്കും, പക്ഷെ കൊലവാള് നിന്റെ പരിസരത്ത് വരാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ഈ പന്തലിന്റെ കീഴിലുണ്ടെങ്കിൽ മൗനമായിരിക്കരുത്. നിനക്കെതിരെ ശത്രു ഉയർത്തിപ്പിടിച്ച ചില കൊലവിളികൾ നിന്റെ അതിരുവിട്ട് മാറുന്ന രാത്രിയാണെന്ന് ആത്മാവ് നിന്നോട് പറഞ്ഞാൽ സ്തോത്രത്തോടെ ആ ദൂതേറ്റെടുത്ത് വിടുതൽ പ്രാപിക്കാൻ എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് തയ്യാറാണ്? കൃപ 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 കൃപ. ഏലിയാവ് കൊലവിളി കേട്ടു, പക്ഷെ കൊലവാളവന്റെ പരിസരത്ത് വരാൻ ദൈവം അനുവദിച്ചില്ല. എപ്പോഴാണ് ഏലിയാവിനെതിരെ കൊലവിളി ഉണ്ടായത്? ഞാൻ ചോദിച്ചോട്ടെ, ചുമ്മാ നടന്ന കൊലവിളി ഉണ്ടോ? പറ. ഇല്ല. ദർശനമില്ല, ആത്മഭാരമില്ല, വചനധ്യാനമില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ദൈവത്തോട് ബന്ധമില്ല. ജീവിച്ചിരിക്കെ ചത്വദിനത്ത പോലെ തെക്കും വടക്കും നടന്ന കൊലവിളിയുണ്ടോ? ഇല്ലില്ലില്ലില്ല, ഒരു കൊലവിളിയില്ല. ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകാം. ഏലിയാവിനെതിരെ എപ്പോഴാ കൊലവിളി ഉണ്ടായത്? പറയാം. പഴയ നിയമത്തിന്റെ പ്രവാചക പുങ്കുവന്മാരിൽ ആരിലും ചെയ്തിട്ടില്ലാത്ത തേജസ്സിന്റെ ശുശ്രൂഷ ഏലിയാവിലൂടെ ദൈവം അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അനുമോദനത്തിന്റെ പൂച്ചണ്ടല്ല, അഭിനന്ദനങ്ങളുടെ പ്രവാഹങ്ങളല്ല, മറുവശത്ത് കൊലവാള് പൊങ്ങി. മനസ്സിലായോ? ഇന്ന് രാത്രി പ്രാപിച്ച ശുശ്രൂഷയ്ക്ക് വില കൊടുക്കുന്നവരോട് ആത്മാവ് ഇടപെടുന്നത്, ആരിലും വെളിപ്പെട്ടിട്ടില്ലാത്ത ശുശ്രൂഷ ദൈവം നിന്നിലൂടെ ചെയ്യുമ്പോൾ അഭിനന്ദനങ്ങൾ പ്രതീക്ഷിക്കരുത്, അഭിനോദനത്തിന്റെ പൂച്ചണ്ട് പ്രതീക്ഷിക്കരുത്. മറുവശത്ത് നിനക്കെതിരെ കൊലപാടുണ്ട്. ഇന്ന് രാത്രി ആരിലും വെളിപ്പെട്ടിട്ടില്ലാത്ത ചിലത് നിന്നിലൂടെ ദൈവം ചെയ്യുന്നത് കണ്ട് നിന്നെ ഇല്ലാതാക്കാൻ ഏതൊക്കെ ഇസബേലിയ മണ്ഡലങ്ങൾ കൊലവാള് പൊക്കി നിറഞ്ഞാടിയാലും ഏലിയാവെ വിളിച്ചത് ദൈവമാണോ? പകർന്നത് ദൈവമാണോ? കരം പിടിച്ചിറക്കിയ ദൈവമാണോ? അവൻ ഏൽപ്പിച്ചത് പൂർത്തീകരിക്കുന്ന സമയം വരെ ഒരു ഇസബേലിന്റെ വാളിനോ വടിക്കോ കൊലവിളിക്കോ എന്നെ തൊടാൻ പറ്റത്തില്ലെന്ന്
ഉറപ്പുള്ള ദൈവമക്കൾ, അഭിഷിക്തന്മാർ ഇന്ന് രാത്രി ഈ പന്തലിനകത്തുണ്ടെങ്കിൽ കരം ഒന്ന് നന്നായി അടിച്ച് ആത്മാവിനൊന്ന് ബലപ്പെട്ട്. ഇന്ന് രാത്രി നിന്നെ വിളിച്ചതൊരു മനുഷ്യനല്ല. ഇന്ന് രാത്രി നിന്നെ വിളിച്ചതൊരു മനുഷ്യനല്ല. ഇന്ന് രാത്രി നിന്നെ വിളിച്ചതൊരു പ്രസ്ഥാനമല്ല. ഇന്ന് രാത്രി നിന്നെ വിളിച്ചതൊരു പ്രസ്ഥാനത്തിന്റെ നേതാവല്ല. ഇന്ന് രാത്രി എന്നെ വിളിച്ചത് എൻ്റെ ദൈവമാണെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ, എൻ്റെ മേൽ പകർന്നത് എൻ്റെ ദൈവമാണെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ, എന്നെ നിയോഗിച്ചത്, എന്നെ വേർതിരിച്ചത്, എന്നെ ഇറക്കിയത് എൻ്റെ ദൈവമാണെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ, അവൻ ഏൽപ്പിച്ചത് പൂർത്തീകരിക്കുന്ന നാൾ വരെ ഒരന്ധകാര വ്യാപാരങ്ങളുടെ വാളുകൾക്കോ വടികൾക്കോ കൊലവിളികൾക്കോ എന്നെ തൊടാൻ കഴിയത്തില്ലെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ ബലപ്പെട്. നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ഉയരുന്ന കൊലവിളികൾ, നിന്റെ നിയോഗത്തിനെതിരെ ഉയരുന്ന കൊലവിളികൾ, നിന്റെ നിയമനത്തിനെതിരെ ഉയരുന്ന കൊലവിളികൾ, നിന്റെ നിലവാരത്തിനെതിരെ ഉയരുന്ന കൊലവിളികൾ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ ഉയരുന്ന കൊലവിളികൾ യേശുവിന്റെ നാമത്തിൽ അത് അസ്തമിക്കുന്ന രാത്രിയാകട്ടെ. ശുശ്രൂഷയ്ക്കെതിരെയുള്ള പതിയിരിപ്പുകൾ അടിയട്ടെ. ദൈവസഭയുടെ നിലനിൽപ്പിനെതിരെ, ദൈവസഭയുടെ ഉയർച്ചയ്ക്കെതിരെയുള്ള പതിയിരിപ്പുകൾ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ ഇന്ന് രാത്രി. കൃപ 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 കൃപ. 3 പേര് ഞാൻ പെട്ടെന്ന് നിർത്താം, ഒരു 5 മിനിറ്റ്. അത് 3 പേര് മറുരൂപമലയുടെ മുകളിൽ ഒരുപോലെ നിൽക്കുക. അപ്പം മോശ ന്യായപ്രമാണത്തിൻ്റെ ദാതാവാ, ഏലിയാവ് പഴയ നിയമ പ്രവാചകൽ പ്രധാനിയാണ്. അപ്പോൾ ഏലിയാവ് മരിച്ചില്ല കേട്ടോ, ഏലിയാവ് മരിച്ചില്ല. ഏലിയാവിനെ കൊല്ലുവെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു ശുശ്രൂഷയുടെ പേരിൽ ഏലിയാവിനെതിരെ കൊലവിളി പൊക്കി ഇസ്രായേൽ എന്ത് ചെയ്യേ? കൊലവിളി കേട്ട ഏലിയാവ് എന്ത് ചെയ്യേ? ഏലിയാവിനെതിരെ കൊലവിളി പൊക്കി ഇസ്രായേൽ എന്ത് ചെയ്യേ? അവള് മാളികയുടെ മുകളിൽ നിന്ന് സ്വർണ്ണ നിറമുള്ള മുടി ചീകി മിനുക്കിക്കൊണ്ട് നിൽക്കുമ്പം താഴേക്കൂടെ 2 പേര് നടന്നു പോവുക. അവൾ ചോദിച്ചു, സുഖമാണോ ശുഭമാണോ? അവർ പറഞ്ഞു അവളെ ഇങ്ങനെ താപ്പോട്ട് ഇടാൻ പറഞ്ഞു. 2 പേര് വന്ന് അവളെ കാലെ പിടിച്ച് പൊക്കി താപ്പോട്ടിട്ടു. അതേണ്ടേ ഭക്തനെ കൊല്ലുവെന്ന് കൊലവിളി മുഴക്കിയപ്പോൾ മാളികയുടെ മുകളിൽ നിന്നും താപ്പോട്ട് വരിക. നേരെ ചൊവ്വയല്ല, പഴുത്ത കോഴിച്ചക്ക വരുന്ന പോലെ താപ്പോട്ട് വന്നിട്ട് അവിടെ തല കട്ടളപ്പടിയിൽ തട്ടി ചിതറി. അവിടെ രക്തം അവിടുത്തെ നായ്ക്കുട്ടികൾ നക്കി. ഭക്തനെ കൊല്ലുവെന്ന് കൊലവിളി മുഴക്കിയവൾ മാളികയുടെ മുകളിൽ നിന്നും തല തകർന്ന താപ്പോട്ട് വരുമ്പോൾ കൊലവിളി കേട്ട ഭക്തൻ എന്ത് ചെയ്യേ? അവൻ മാളികയുടെ മുകളിൽ നിന്നും തല തകർന്ന താപ്പോട്ട് വന്നില്ല. പിന്നെ യോർദാന്റെ മറുകരയിൽ അഗ്നിരഥമിറങ്ങി. അഗ്നിരഥത്തിൽ കയറി മരണത്തിന്റെ ടേസ്റ്റ് അറിയാതെ അവൻ മേപ്പോട്ട് പൊങ്ങി. കൊലവിളി നടത്തിയ ദുഷ്ടശക്തി തല തകർന്ന് താപ്പോട്ട് വരുമ്പോൾ കൊലവിളി കേട്ട ഭക്തൻ തല പൊക്കിപ്പിടിച്ചു മേപ്പോട്ട് പോകാം. നിന്നെ പകയ്ക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, നിന്നെ പകയ്ക്കുന്ന ലോകത്തിന്റെ അന്ധകാര അധിപതികൾ തല തകർന്ന് താപ്പോട്ട് വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന നീ തല ഉയർത്തിപ്പിടിച്ചു മേപ്പോട്ട് പറക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ താപ്പോട്ട് വന്നിട്ടില്ല, പ്രാർത്ഥിക്കുന്നവന്റെ തല ഉയർന്ന ചരിത്രമാ. അങ്ങനെയെങ്കിൽ ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കാൻ 2026 നമ്മുടെ തല ഉയരുന്ന വർഷമാണെന്ന് വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് തട്ടി ആത്മാവിനൊന്ന് ബലപ്പെട്ടേ. 2026 ദൈവം നിന്നെ, നിന്റെ തലമുറയെ, നിന്റെ ശുശ്രൂഷയെ, നിന്റെ ദർശനത്തെ ഉയർത്തുന്ന വർഷമാണ്. 3 പേര് മറുരൂപമലയുടെ മുകളിൽ ഒരുപോലെ നിൽക്കുകയാണ്. ഒരുപോലെ മോശ, യേശു, പിന്നെ ഏലിയാവ്. എന്തുകൊണ്ടാണ് 3 പേര് ഒരുപോലെ ആയത്? 3 പേര് ഒരുപോലെ ആകാനുള്ള കാരണം എന്നാണെന്നറിയാമോ? ബൈബിൾ അങ്ങ് അടയ്ക്കുക. ബൈബിൾ നിവർത്തി വെച്ചാൽ പിന്നെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഈ 3 പേര് ഒരുപോലെ നിൽക്കാനുള്ള കാര്യം എന്നാ? 3 പേര് ഒരുപോലെ നിൽക്കാനുള്ള കാര്യം ഉത്തരം സിമ്പിൾ അല്ലേ? ഈ രൂപാന്തര ശരീരങ്ങളെല്ലാം എങ്ങനാ ഒരുപോലെ പറഞ്ഞേ? രൂപാന്തര ശരീരങ്ങളെല്ലാം എങ്ങനെ? നമ്മളെല്ലാം ഇപ്പോൾ ഏതാണ്ടൊക്കെ പോലിരിക്കുക. നമുക്കാർക്കും കൃത്യമായ ഷേപ്പൊന്നുമില്ല. പക്ഷെ നമ്മളെല്ലാം ഒരുപോലെ ആകുന്നൊരു സമയം ഉണ്ട്, ഇല്ലേ? ആൺപെൺ വ്യത്യാസമില്ലാതെ, ലിംഗഭേദമില്ലാതെ, വർഗഭേദമില്ലാതെ, നിറഭേദമില്ലാതെ നാം എല്ലാം ഒരുപോലാകുന്നൊരു സമയമുണ്ട്. അത് കേട്ടിട്ട് സന്തോഷമൊന്നുമില്ലെന്ന് തോന്നുന്നു. മരണവീട്ടിൽ പാടുന്നൊരു പാട്ടുണ്ട്. ഞാൻ പാടുന്നില്ല, ഒന്നാമത് നിങ്ങളതിന് സ്തോത്രം പറയുന്നില്ല. ഈ മരണപ്പാട്ടോടെ പാടിക്കഴിഞ്ഞാൽ അന്തരീക്ഷം മാറും. ഞാനുകൊണ്ട് ആ പാട്ട് ഇവിടെ പറയാം. രാവും അന്ധകാരം വെയിൽ, ബാക്കി അറിയാമെങ്കിൽ പറഞ്ഞോ. ശീതവും, പേടിച്ചു പോയോ? അത് കേട്ടപ്പോൾ പോവാണോ?
പാടുന്നില്ല. രാവും അന്ധകാരം, വെയിൽ ശീതവും അങ്ങ്. എവിടെ? സ്വർഗത്തിലില്ല. അടുത്തത് ദൂതതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചു. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ. രാവും അന്ധകാരം, വെയിൽ ശീതവും അങ്ങില്ലേ. രാവും അന്ധകാരം, വെയിൽ ശീതവും അങ്ങില്ലേ. ദൂതതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിടുന്നേ. ദൂതതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിടുന്നേ. രാവും അന്ധകാരം, വെയിൽ ശീതവും അങ്ങില്ലേ. ദൂതതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിടുന്നേ. ദൂതതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിടുന്നേ. ഓ യെരൂശലേമൻ ഇമ്പവീടേ, എപ്പോൾ ഞാൻ വന്നു ചേരും. യെരൂശലേമൻ ഇമ്പവീടേ, എപ്പോൾ ഞാൻ വന്നു ചേരും. ഭരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. ഭരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. രാവും അന്ധകാരം, വെയിൽ ഒരു ശീലവും അവിടെയില്ല. ദൂതതുല്യം വീണ്ടെടുക്കപ്പെട്ട ശുദ്ധന്മാർ ശോഭിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ശോഭിത പ്രഭാതത്തിന്റെ പുത്തൻ പൊൻപുലരിയെ അകം കണ്ണുകൊണ്ട് കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഈ പന്തലിലുണ്ടെങ്കിൽ പ്രത്യാശയോടെ കരമുയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. മൺമയമായത് മാറാൻ പോകുകയാണ്. വിൺമയമായ ഒരു ശരീരം നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. ദ്രവത്വമായത് മാറാൻ പോകുകയാണ്. അദ്രവത്വമായ ഒരു ശരീരം നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. എത്ര സന്തോഷമാണ് നമ്മുടെ ഭാഗ്യകാലം ഓർക്കുമ്പല്ലേ. നാം എത്ര ധന്യരാണ്. ഈ 3 പേര് ഒരുപോലെ ആയതിന്റെ പിമ്പിലെ കാരണം രൂപാന്തര ശരീരങ്ങളെല്ലാം ഒരുപോലെയാ. എല്ലാം ഒരുപോലെയാ. അപ്പം 3 പേരെങ്കിലും ഒരുപോലെ നിൽക്കുക. ഒരുപോലെ നിൽക്കുന്ന കാഴ്ച കണ്ട് ഇവര് ഭയപ്പെട്ടു പോയെന്നാ ഈ 3 പേര്. പത്രോസ്, യാക്കോബ്, യോഹന്നാനും മരിച്ചവരെ പോലെയാ. അവരിങ്ങനെ മരിച്ചവരെ പോലെ ഭയപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോഴേ ഒന്നും മിണ്ടാൻ വയ്യ. ഒരുപോലെ നിൽക്കുകയല്ലേ 3 പേര്, ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുക. ഇവിടെ ഈ യാക്കോബും യോഹന്നാനും അങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ. അവരിപ്പം നിങ്ങൾ മിണ്ടാതിരിക്കുന്ന പോലെ അവരെന്ത് ചെയ്യുകയാണ്? മിണ്ടാതിരിക്കുക. അവർ മര്യാദയ്ക്ക് നിൽക്കുക. ഞങ്ങളുടെ പള്ളിയിലൊരു അച്ഛൻ പറഞ്ഞ പോലെ, ഞാൻ സ്വോത്രം പോലും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന ഒരാളല്ലെന്ന് പണ്ട് പറഞ്ഞ പോലെ ഇവരൊന്നും മിണ്ടാതെ ഈ കാഴ്ച കണ്ട് ഭയപ്പെട്ട് നിൽക്കുക. പത്രോസ് കുറേ നേരമൊക്കെ ഭയപ്പെട്ട് നിന്നിട്ട് പുള്ളിക്കാരൻ ചാടി ഓടി ഒരു വരവാ. കാരണം എന്ത് കണ്ടാലും പെട്ടെന്ന് എടുത്തിയാടുന്നൊരു പ്രകൃതക്കാരനാണ്. ആര്? ആദ്യത്തെ പോപ്പൊക്കെയാണ്, പക്ഷെ പുള്ളി ഭയങ്കര സ്പീഡാണ് ആള് കേട്ടോ. എന്ത് കണ്ടാലും പെട്ടെന്ന് എടുത്തിയാടും. മറ്റൊരു 2 പേരും മര്യാദയ്ക്ക് നിൽക്കുക. ഈ കാഴ്ച കണ്ട് പുള്ളി ചാടി ഓടി ഇങ്ങോട്ട് വന്ന് കർത്താവിനെ നോക്കി 2 ഡയലോഗ്. ആ ഡയലോഗ് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ആ ഡയലോഗ് എന്നാണെന്നറിയാമോ? കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. അടുത്തത്, നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിൽ. കൃപയാപ്പുള്ളി സമ്മതം ചോദിച്ചു. അയാളുടെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ കുടിലുണ്ടാക്കി 3 എണ്ണത്തെ വലിച്ചു കെട്ടി വാതിലടയ്ക്കേണ്ടതാണ്. പക്ഷെ ദൈവകൃപയാൽ പുള്ളി സമ്മതം ചോദിച്ചു. നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിൽ ഉണ്ടാക്കാം. 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 എലിയാവിന്. പത്രോസ് ഈ വാക്ക് പറയുമ്പോൾ തന്നെ ഒരു പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടെന്ന. ഈ മേഘം നിഴലിട്ടത്
അഭിഷേകമായിട്ടല്ല ഈ മേഘം നിഴലിട്ടത്, പ്രതിഷേധമായിട്ടാണ് കേട്ടോ, പ്രതിഷേധമായിട്ടാ. എപ്പോഴാ മേഘം അവരുടെ മേൽ നിഴലിട്ടത്? മുഖം ശോഭിച്ചപ്പോഴാണോ? അല്ലല്ലല്ല. ഉടുപ്പ് വെള്ളയായപ്പോഴാണോ? അല്ലെന്ന്. മോശയും ഏലിയാവും ഇടത്തും വലത്തപ്പോൾ അല്ലെന്ന്. അപ്പോഴല്ലേ മേഘം ഇറങ്ങേണ്ടത്? അതെ. പിന്നെ ഇപ്പം മേഘം ഇറങ്ങിയതുകൊണ്ടുണ്ട്. അപ്പം മേഘം ഇറങ്ങിയത് എപ്പോഴാണ്? മുഖം ശോഭിച്ചപ്പോഴൊന്നുമല്ല. മേഘം പ്രതിഷേധം പോലെ ഇറങ്ങി ഇവരെ മൂടിക്കളഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? 3 കുടിൽ ഇവിടെ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിനെന്ന വാക്ക് എപ്പോൾ പത്രോസ് പറഞ്ഞു? ആ നിമിഷം മേഘം അവിടെ ഇറങ്ങി. മനസ്സിലായോ? 3 കുടിൽ ഇവിടെ ഉണ്ടാക്കാമെന്ന് പത്രോസ് പറഞ്ഞ ആ വാക്കിന്റെ ഇന്നർ മീനിങ് എന്നാണെന്നറിയാമോ? അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. 3 പേര് ഒരുപോലെ നിൽക്കുന്ന കാഴ്ച കണ്ട പത്രോസ് ഒരു നിമിഷത്തേക്ക് യേശുവിനെ മോശയ്ക്കും ഏലിയാവിനും സമനാക്കാൻ ഒരു ശ്രമം അങ്ങ് നടത്തി. അതാ 3 കുടിലെന്ന് പറഞ്ഞത്. 2 കുടിലെന്ന് പറഞ്ഞാൽ തൊടുകയില്ല, 1 കുടിലെന്ന് പറഞ്ഞാൽ ആ വഴി പോവുകയില്ല. 3 കുടിലുണ്ടാക്കാമെന്ന് പത്രോസ് പറഞ്ഞ പദത്തിന്റെ ഇന്നർ മീനിങ്, 3 പേര് ഒരുപോലെ നിൽക്കുന്ന കാഴ്ച കണ്ട പത്രോസ് ഒരു നിമിഷത്തേക്ക് യേശുവിനെ മോശയ്ക്കും ഏലിയാവിനും സമനാക്കാൻ ശ്രമം നടത്തുകയല്ലായിരുന്നോ? അതാ 3 കുടിൽ കെട്ടാമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? പത്രോസിന്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ ആശയത്തെ ചുരുട്ടി ചരിത്രത്തിന്റെ ചവിട്ടുകൊറ്റയ്ക്കപ്പുറത്തേക്ക് പെപ്പർ പോലെ വലിച്ചെറിഞ്ഞിട്ട് മേഘം അവരെ മൂടി. ഒരു നിമിഷത്തേക്ക് പത്രോസ് യേശുവിനെ മോശയ്ക്കും ഏലിയാവിനും സമനാക്കാൻ ശ്രമം നടത്തിയെങ്കിൽ ഇന്ന് അനവധി ആളുകൾ യേശുവിനെ പലർക്കും സമരാക്കാൻ ശ്രമം നടത്തുകല്ലേ. ലോകത്തെ സ്വാധീനിച്ച ഒരുപാട് വീരശൂര പരാക്രമികൾ, തത്വജ്ഞാനികൾ, ചിന്തകന്മാർ, മഹാസാമ്രാട്ടുക്കളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ലോകത്തിൽ പലരും യേശുവിനെ അവരോട് സമരാക്കാൻ ശ്രമം നടത്തുമ്പോൾ ഞങ്ങൾ ലോകത്തോട് ഉറക്കെ പറയും, പ്രപഞ്ച ചരിത്രത്തിൽ ആർക്കും തുല്യം ചൊല്ലാൻ പറ്റാത്ത ഒരേ ഒരു വ്യക്തിപ്രഭാവമേ ഉള്ളൂ. അതി തുറന്ന പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനാകുന്ന യേശുക്രിസ്തുവാണ്. കരമടിച്ചവനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. അവനെ ആരോട് സമനാക്കാൻ പറ്റും? അവനെ പോലെ ആരാധന ആരുമില്ല. അവനൊപ്പം പറയാൻ ആളില്ല. അവനെ പോലെ ഉയർന്നവൻ ആരില്ല. അവനെ പോലെ ഉന്നതൻ ആരുമില്ല. അവനെ പോലെ അത്യുന്നതൻ ആരുമില്ല. അവനൊപ്പം അവൻ മാത്രം. അതുകൊണ്ട് എന്റെ സ്നേഹിതൻ എഴുതിയത് തുല്യം ചൊല്ലാൻ ആരുമില്ല. യേശുവേ അങ്ങേ പോലെ. മന്നയ്ക്കൊക്കെ യേശുവിനെ സമരാക്കിക്കൊണ്ട് ആളുകൾ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. മന്നയ്ക്ക് സദൃശന. മന്നയോട് പോലും സമരാക്കാൻ പറ്റത്തില്ലെന്ന് യേശുവിനെ. കാരണം എന്നാണെന്നറിയാമോ? 3 ദിവസം കഴിഞ്ഞപ്പോ മന്ന ക്രമിച്ചുപോയി. 3 ദിവസം കല്ലറയ്ക്കകത്തിരുന്ന എന്റെ പരിശുദ്ധൻ ദ്രവത്വം കണ്ടില്ലെങ്കിൽ ലോകത്തിൽ ആർക്കും തുല്യം ചൊല്ലാൻ പറ്റാത്ത അതുല്യനായ ഒരു വ്യക്തി പ്രഭാവം യേശു. ഈ ചെറിയ കൂട്ടത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യമുണ്ട്. നിന്റെ കെട്ടവൻ അടിക്കുന്ന രാത്രിയായത്, നിന്റെ ചോദ്യത്തിന് ഉത്തരം തരുന്ന രാത്രിയായത്, നിന്റെ തകർച്ചയെ മാറ്റുന്ന രാത്രിയായത്. അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഗ്ലോറി. ലോകത്തെ ആശയം കൊണ്ടും അധികാരം കൊണ്ടും ആയുധം കൊണ്ടും ലോകത്തെ ഇളക്കിമറിച്ച മഹാന്മാരെയും മഹാസാമ്രാട്ടുക്കളെയും മഹാരഥന്മാരെയും മഹാഗുരുക്കന്മാരെയും ഞങ്ങൾ നിന്ദിക്കുകയല്ല, ഞങ്ങൾ വന്ദിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ആദരിക്കുന്നു. ഞങ്ങൾ അംഗീകരിക്കാതിരിക്കുന്നില്ല, ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ ഞങ്ങൾ അവരെ യേശുവിനെ സമരാക്കത്തില്ല. കാരണം എന്നാ? അവരൊക്കെ മരണം കൊണ്ട് അസ്തമിച്ചു. അതിന്റെ തെളിവായി പ്രപഞ്ചത്തിന്റെ പല ഭാഗത്ത് അവരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ പ്രപഞ്ച ചരിത്രത്തിൽ തുറക്കപ്പെട്ട ഒറ്റ കല്ലറയുള്ളൂ. ആ കല്ലറ യെരുശലേമിന്റെ പടിഞ്ഞാറേ ചെരുവിലെ മറന്ന മറുപിടത്തിലുണ്ട്. ആ കല്ലറയുടെ വാതക്കൾ ഒരു വാക്കെഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ജനന തീയതിയല്ല, അവിടുത്തെ മരണ തീയതിയല്ല. ഒരുത്തന്റെയും കല്ലറയിൽ ഇല്ലാത്തൊരു വാക്ക് അവിടുത്തെ കല്ലറയിലുണ്ട്. അവൻ ഇവിടെ ഇല്ല. അവൻ എങ്ങോ ചെന്ന് ഒളിച്ചിരിക്കുകയാണെന്നല്ല, ആരോവനെ എടുത്തുകൊണ്ട് പോയെന്നല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ ലോകത്തെ സ്വാധീനിച്ച മഹാന്മാരും മഹാസമ്രാട്ടുക്കളും കാലചക്രത്തിൽ എന്നേക്കും അമർന്നുപോയി. അതിന്റെ തെളിവായി ഇവരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ മരിച്ചുവെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന ഒരേ ഒരുവൻ നസ്രയനാകുന്ന യേശുക്രിസ്തു. അവൻ ഏകരക്ഷകൻ. അവനല്ലാതെ ഒരു രക്ഷകനില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ മോശയ്ക്കും ഏലിയാവിനും സമനാക്കാൻ ശ്രമം നടത്തി പത്രോസ് മുന്നോട്ട് വന്നു. പത്രോസിന്റെ ഉള്ളിലെ ദുർബലമായ ആശയത്തെ ചവച്ചരച്ച് ചാറില്ലാത്ത ചണ്ടിയാക്കി ചരിത്രത്തിന്റെ ചവിട്ടുകൊറ്റയ്ക്കപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് പ്രതിഷേധം പോലെ മേഘമിറങ്ങി 3 മറച്ചിട്ട് ആ മേഘത്തിന്റെ മറവിൽ നിന്നും ഒരു വാക്ക്, 2 വാക്ക്, 3 വാക്ക് എന്നാ? ഒന്ന്, ഇവനെന്റെ പ്രിയപുത്രൻ.
അവിടെ നിന്നത് 3 പേരാ, പക്ഷെ മുഴങ്ങിയത് ബഹുവചനമല്ല, ഏകവചനമാ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അടുത്തത് ഇവരിലല്ല, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അടുത്തതാ നമ്മുടെ വിഷയം, അത് പറഞ്ഞു നിർത്താം. ഇവർക്കല്ല, ഇവന് ചെവി കൊടുപ്പീൻ. സകല ലോകത്തോടുമുള്ള മഹാദൈവത്തിന്റെ ആഹ്വാനമാ. ഇവന് ചെവി കൊടുപ്പീൻ, ഇവന് ചെവി കൊടുപ്പീൻ, ഇവന് ചെവി കൊടുപ്പീൻ. മേഘമിറങ്ങി, ഞാൻ അവസാനിപ്പിക്കട്ടെ. മേഘമിറങ്ങി 3 വാക്ക് അങ്ങോട്ട് മുഴങ്ങിയപ്പോഴേ, 3 വാക്ക് അങ്ങോട്ട് മുഴങ്ങിയപ്പോഴേ, ഇത് കണ്ട് ഇത് കേട്ട് കുടിൽ കെട്ടാൻ വന്ന പത്രോസും യാക്കോവും യോഹന്നാനും എന്ത് ചെയ്യും? തോണ്ട കിടക്കുന്നുണ്ടോ? എങ്ങനെയാ കിടക്കുന്നത്? കമന്ന് കിടക്കുക, ടച്ച് എന്നൊന്നും ആരും പറഞ്ഞില്ല കേട്ടോ. ആത്മവിവശതയല്ലെന്ന്, അവർ കമന്ന് കിടന്ന് എങ്ങനെയാ? ഇത് കണ്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടവര് കമന്ന് വീണു. ഈ കാഴ്ച കണ്ട് ഭയപ്പെട്ട് വിറച്ച് കമന്ന് കിടക്കുക. യേശു അടുത്ത് എന്നവര് തൊട്ടു. എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേക്ക മക്കളെ, ഭയപ്പെടണ്ട. യേശുവിൻ്റെ തൊടിയിലും വാക്കും ഹേതുവായി ഭയന്ന് കമണ് കിടക്കുന്നവർ തലപൊക്കി നോക്കിയപ്പോൾ അവര് കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തിയത്, ആ മലമുകളിൽ യേശുവിനെ അല്ലാതെ, ബാക്കി പറഞ്ഞേ, വേറെ ആരെയും കണ്ടില്ല. ഇന്ന് രാത്രിയിൽ യേശുവിനെ മാത്രം കാണുന്ന എത്ര പേരുണ്ട്? യേശുവിനെ മാത്രം കാണുന്ന എത്ര പേരുണ്ട്? ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ഇരുളാണെങ്കിലും വെളിച്ചമാണെങ്കിലും കയ്പാണെങ്കിലും മധുരമാണെങ്കിലും ജീവനാണെങ്കിലും മരണമാണെങ്കിലും ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും യേശുവിനെ മാത്രം കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ, നിനക്ക് കയ്പാണെങ്കിലും ആത്യന്തികമായി നീ മധുരിക്കാൻ പോകുകയാ. ഇന്ന് നിനക്ക് വേദനയാണെങ്കിലും നിന്റെ വേദന മാറുന്നൊരു ദിവസമുണ്ട്. യേശുവിനെ മാത്രം കാണുക. അവർ തലപൊക്കിയപ്പോൾ കണ്ടത് യേശുവിനെ മാത്രമാ. എന്തിയേ മോശ? എങ്ങോട്ട് പോയി ഏലിയാവ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന 3 വാക്കിന്റെ മുമ്പിൽ ഇറങ്ങിയ മേഘത്തിന്റെ മുമ്പിൽ മോശയും ഏലിയാവും എങ്ങോട്ട് പോയെന്ന്? ഈ 9:25 നിങ്ങളുടെ സ്വോത്രം അപ്രത്യക്ഷമായതുപോലെ മോശയും ഏലിയാവും ഈ 3 വാക്കിന് മുമ്പിൽ പോയി. എന്തുകൊണ്ട് മോശയും ഏലിയാവും അപ്രത്യക്ഷമായി? എന്തുകൊണ്ട് യേശു മാത്രം പ്രത്യക്ഷപ്പെട്ടു? യേശു മാത്രം നിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിന്റെ കാരണം എന്നാ? മോശയും ഏലിയാവും പോയ കാര്യം എന്നാണെന്നറിയാമോ? യേശു മാത്രം നിൽക്കാനുള്ള കാര്യം എന്നാണെന്നറിയാമോ? പിന്നിട്ട നാളിതുവരെ അഖിലകോടി ജനം ചെവി കൊടുത്തത് ന്യായപ്രമാണത്തിനാ. മോശ ന്യായപ്രമാണത്തിന്റെ ദാതാവാ. പിന്നിട്ട നാളിതുവരെ അഖിലകോടി ജനം ചെവി കൊടുത്തത് പഴയ നിയമത്തിന്റെ പ്രവാചകർക്ക്. ഏലിയാവ് പ്രവാചകൻ പ്രധാനിയ. എന്നാൽ ഇനിയും അഖിലകോടി ജനം ചെവി കൊടുക്കേണ്ടത് ന്യായപ്രമാണത്തിനല്ല, അർത്ഥാൽ കർമ്മകാണ്ഡങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആചാരണങ്ങൾക്കുമല്ല. ഇനിയും അഖിലകോടി ജനം ചെവി കൊടുക്കേണ്ടത് പഴയ നിയമത്തിന്റെ പ്രവാചകർക്കല്ല, മധ്യസ്ഥർക്കും പുരോഹിതർക്കുമല്ല. ഇതാ സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കാലഘട്ടത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ ഒരുവൻ അവതരിച്ചിരിക്കുന്നു. അവനാണ് നസറയനാകുന്ന യേശു. അവന് ചെവി കൊടുപ്പീൻ. ന്യായപ്രമാണത്തെ നിവർത്തിയാക്കാൻ അനന്തത വെടിഞ്ഞവൻ അവനയിൽ വന്നത്. പഴയ നിയമത്തിന്റെ പ്രവാചകർ പ്രവചിച്ച പ്രവചനത്തിന്റെ ചുരുളടിക്കാന് കന്യകയുടെ ഉദരം കടമെടുത്തു മനുഷ്യനായി അവൻ ലോകത്തിൽ വന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, മറ്റൊരുത്തണിലും രക്ഷയില്ല. മാനവകുലം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമം. കരങ്ങൾ അടിച്ചവനെ ഒന്ന് ആരാധിച്ചേ. നീ സേവിച്ചത് നിന്നെ രക്ഷിച്ചില്ലേ? നീ ഭജിച്ചത് നിന്നെ രക്ഷിച്ചില്ലേ? നീ നമിച്ചത് നിന്നെ രക്ഷിച്ചില്ലേ? നീ പിഞ്ചെന്നത് നിന്നെ രക്ഷിച്ചില്ലേ? നിന്റെ പാപശാപ വിമോചനത്തിന്, നിന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിന്, പ്രശ്നത്തിന്റെ പരിഹാരത്തിന്, ജീവിതത്തിന്റെ സമാധാനത്തിന് നീ തേടിയതെല്ലാം നിന്നെ കൈവിട്ടോ? നീ ഭജിച്ചതെല്ലാം നിന്റെ മുമ്പിൽ പുറംതിരിഞ്ഞോ? ഇനി ആരിലും നിനക്ക് രക്ഷയില്ല എന്ന് നനച്ചോ? പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിരാശകളും വള്ളിക്കെട്ട് പോലെ നിന്നെ ചുറ്റിപ്പിടിച്ചോ? ഇനി രക്ഷപ്പെടാനുള്ള പഴുതെല്ലാം അടഞ്ഞ് ഒരു പിടി കയറിൽ ഒരു പിടി വിഷത്തിൽ ജീവിതം അസ്തമിപ്പിപ്പാൻ ഒരുമ്പിട്ട് നിൽക്കുന്ന വ്യക്തിയാണോ സ്നേഹിത? അരുതേ. ഒരിടത്തും മുട്ടിട്ട് തുറക്കാത്ത പ്രതീക്ഷയുടെ ഒരു പുത്തൻ വാതിൽ ഇന്ന് രാത്രി ഞങ്ങൾ തുറന്നു കാണിക്കാം. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവാണ്. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക്
തന്നേച്ചു പോകുന്നു. പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന്, ചോദ്യത്തിൻ്റെ ഉത്തരത്തിന്, പാപത്തിൻ്റെ വിമോചനത്തിന് ഞങ്ങളും തേടിയതാണ്, ഞങ്ങളും അന്വേഷിച്ചതാണ്, ഞങ്ങളും ഭജിച്ചതാണ്, ഞങ്ങളും പിഞ്ചെന്നതാണ്, ഞങ്ങളും നമിച്ചതാണ് പലതിനെയും. പക്ഷേ ഞങ്ങൾ ഭജിച്ചതോ നമിച്ചതോ പിഞ്ചെന്നതോ സേവിച്ചതോ ആയ യാതൊരു വ്യക്തികൾക്കും ശക്തികൾക്കും ഞങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കാതിരിക്കാൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ച പ്രത്യയശാസ്ത്രങ്ങൾക്കോ, ഞങ്ങൾ ഉച്ചരിച്ച മുദ്രാവാക്യങ്ങൾക്കോ, ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച കൊടികൾക്കോ ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയാതെ പോയപ്പോൾ ഞങ്ങളുടെ സകല പ്രശ്നത്തിനും പരിഹാരം തന്ന് പാപത്തിന്റെ പടുകുഴിയിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച ഒരുവനുണ്ട്. അവൻ യേശുക്രിസ്തുവാണ്. അവൻ ഇന്ന് രാത്രി നിന്റെ ചോദ്യത്തിന് ഉത്തരമാണ്, നിന്റെ അന്വേഷണത്തിന് കണ്ടെത്തലാണ്, നിന്റെ പ്രശ്നത്തിന് പരിഹാരകനാണ്. അവൻ ലോകത്തിൽ മനുഷ്യനായി വന്നത് നിനക്ക് വേണ്ടി, ദുസ്സഹമായ പങ്കപ്പാടുകൾ പീഡകൾ ഏറ്റുവാങ്ങിയത് നിനക്ക് വേണ്ടി, കാൽവറിയിൽ തകർക്കപ്പെട്ടത് നിനക്ക് വേണ്ടി, 5480 പരം മുറിവുകൾ ഏറ്റത് നിനക്ക് വേണ്ടി, പുറത്തു മാത്രം 180 പരം ആഴമുള്ള മുറിവേറ്റത് നിനക്ക് വേണ്ടി, 17 മുള്ളുകൾ തലയോടിനകത്തേക്ക് ഇറക്കിയത് നിനക്ക് വേണ്ടി, ആമേൻ, മരക്കുരിശ് ചുമന്നത് നിനക്ക് വേണ്ടി, 6.5 ലിറ്റർ രക്തമൊഴുക്കിയത് നിനക്ക് വേണ്ടി, 350 പടയാളികളാലും 50 കുതിരപ്പട്ടാളക്കാരാലും അടിയേറ്റത് നിനക്ക് വേണ്ടി, തലയോടിന്റെ ആകൃതിയിൽ തലപൊക്കി നിൽക്കുന്ന ഗാഗുൽത്തയുടെ നിറകയിൽ 3 ആണിമേൽ 2 കള്ളന്മാർക്ക് നടുവിൽ തകർക്കപ്പെട്ടത് നിനക്ക് വേണ്ടി. സ്നേഹിതാ, എല്ലാം നിന്നെ കൈവിട്ടു. നീ ജനിക്കുമ്പോൾ നിന്റെ പാപം വഹിച്ച് നിനക്ക് വേണ്ടി മരിച്ചൊരു രക്ഷകനുണ്ട്. അവൻ ഇന്നും നിന്നെ സ്നേഹിക്കുന്നു. അവനായി ഹൃദയം കൊടുക്കിയതാ രക്ഷാ ദിവസം. ഇതാണ് സുപ്രസാദകാലം. ഇതാ രക്ഷകൻ നിന്റെ ചാരേ. ആരുണ്ട് ഈ നല്ല രക്ഷകനാകുന്ന യേശുവിനെ സ്വീകരിക്കാൻ? പന്തല്ലാരെങ്കിലും ഉണ്ടോ? ലൈവിൽ ആരെങ്കിലും ഉണ്ടോ? ഇരുട്ടിന്റെ മറവിൽ മറഞ്ഞിരുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? യേശുവിനായി ഹൃദയം കൊടുക്ക്. സകല പ്രശ്നത്തിനും പരിഹാരകൻ. ലൈവിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ചോദ്യത്തിനും പ്രശ്നത്തിനും പാപത്തിനും പരിഹാരകൻ യേശു. അവനായി ഹൃദയം കൊടുക്കുക. യേശുവിന് രാത്രിയിൽ ആരും വലിയവനാണ്. അവന് ചെവി കൊടുക്കാം, അവന് ചെവി കൊടുക്കാം, അവന് ചെവി കൊടുക്കാം.